കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള 10ാം ദിവസത്തെ ദൗത്യത്തിൽ നിർണായക വിവരങ്ങൾ. പുഴയുടെ അടിത്തട്ടിലുള്ളത് അർജുൻ ഓടിച്ച ലോറി തന്നെയെന്ന് ദൗത്യസംഘം സ്ഥിരീകരിച്ചു. ഐബോർഡ് പരിശോധനയിൽ 3 ലോഹഭാഗങ്ങളുടെ ശക്തമായ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ലോറിയുടെ ക്യാബിൻ ഏത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുങ്ങൽ സംഘത്തിന് തുടർ നീക്കം ആസൂത്രണം ചെയ്യാൻ കഴിയൂ. നാവിക സംഘം ലോറി കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. അതേസമയം തെരച്ചിലിന് വെല്ലുവിളിയായി ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക്. ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് ശ്രീകാന്ത്, ഷഫീദ് റാവുത്തർ, അരുൺ പാറയ്ക്കൽ, എസ് വിജയകുമാർ എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഈ 3 ലോഹഭാഗങ്ങളുടെ സാന്നിധ്യം കാണുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ദുസ്സൂചനയാണോ? കാരണം ഈ ക്യാബിനടക്കം തെറിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് ഈ അർജുൻ അതിജീവിക്കുമോ എന്നതിന്റെ ആശങ്ക കൂട്ടുന്ന വിവരമാണോ? വേണു, അങ്ങനെയും ചില സംശയങ്ങളുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വേണു സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദുസ്സൂചന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലും നമ്മുടെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ ലഭിച്ച വിവരമനുസരിച്ച് അവർ പറയുന്നത് 3 ഭാഗങ്ങളിൽ ഈ ലോഹത്തിന്റെ ഒരു സാന്നിധ്യം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാബിൻ അതെവിടെ എന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ ക്യാബിൻ ലൊക്കേറ്റ് ചെയ്യാൻ അതിലൊരു പ്രിസൈസ് ലൊക്കേഷൻ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ ഇന്ദ്രബാലൻ സാറ് സ്പെസിഫിക്കായി പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ പ്രഥമ പരിഗണന അത് ഈ ക്യാബിൻ കണ്ടെത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ആ ക്യാബിൻ കണ്ടെത്തിയാൽ മാത്രമേ സ്ക്യൂബ ഡൈവേഴ്സിന് അക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുക്കാൻ കഴിയൂ, ചില വിവരങ്ങൾ കൈമാറാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ, അതായത് മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഈ ഡൈപോഡ് സ്കാനിംഗ് ബിഗിൻസ് എന്നുള്ളതാണ്. അതായത് ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൈപോഡ് സ്കാനിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ ട്രക്കിന്റെ ഫോട്ടോകൾ അല്ലെങ്കിൽ പ്രൊഫൈല് അത് ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്കാനിങ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അങ്ങനെ നടത്തുമ്പോൾ സ്വാഭാവികമായും ആ ഭാഗത്ത് ക്യാബിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ഒരു വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ആ പരിശോധന ഇപ്പോൾ ഗംഗാവാലി നദിയിൽ നടക്കുകയാണ്. ഈ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ പരിശോധന നടത്തുന്ന സംഘം ഇപ്പോൾ പുഴയുടെ 2 കരയിലായിട്ട്, അതായത് ഒരു സംഘം ആ റോഡിനോട് ചേർന്ന ഭാഗത്തും മറ്റൊരു സംഘം തുരുത്ത് രൂപപ്പെട്ടിരിക്കുന്ന ആ മണ്ണ് വന്നടിഞ്ഞ നദിയുടെ നടുവിലും ഇപ്പോൾ നിലയുറപ്പിച്ചുകൊണ്ട് ഈ പരിശോധന ഡൈപോഡ് സ്കാനിംഗ് അത് നടത്തുന്നു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആശ്വസിക്കാൻ ഇതുവരെയും ഈ മൊമെന്റ് വരെയും നമുക്കൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഏറ്റവും അവസാനം വന്ന വിവരങ്ങളിലൊന്ന് അതൊരു ട്രക്ക് തന്നെയാണ് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അത് റെസ്ക്യൂ സംഘം നടത്തി. അത് അവർക്ക് ഇന്ന് ലഭിച്ച ചില റഡാർ സിഗ്നലുകളുടെ അടക്കം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, അത് അർജുൻ്റെ ട്രക്ക് തന്നെയെന്ന് റെസ്ക്യൂ ടീം ഔദ്യോഗികമായി ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് വേണു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ ഗംഗാവാലി നദിയുടെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുൻപ് ഉച്ചയ്ക്ക് ശേഷവും ഒരു തവണ ഒരു ട്രയൽ എന്ന രീതിയിൽ ഇതിൻ്റെ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ നേവി സംഘം ഇറങ്ങിയിരുന്നു. പക്ഷേ അതിനുശേഷവും അവർ ജില്ലാ ഭരണകൂടത്തിനും റെസ്ക്യൂ തലവന്മാർക്കും കൊടുത്തിട്ടുള്ള ഒരു മറുപടി, അതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിരിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത് ഈ നിലവിലത്തെ സാഹചര്യങ്ങളിലൊന്നും ഇവിടേക്ക് ഒരു സ്ക്യൂബ ഡൈവിങ്ങിന് പറ്റുന്നൊരു സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും സമാനമായ ചില കാഴ്ചകളാണ്. നിലവിൽ ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയ്ക്ക് അസിസ്റ്റ് ചെയ്യുകയാണ് നേവി സംഘം. ഏതെങ്കിലും സ്ഥലത്ത് ഈ 3 സ്പോട്ടുകളിൽ 2ാം സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ഡൈപോഡ്സ് സ്കാനിംഗ് നടക്കുന്നത്. അവിടെ അനുകൂലമായ ക്യാബിൻ്റെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭാഗം കേന്ദ്രീകരിച്ച ഡീപ്പ് ഡൈവ് നടത്താം. ആ ഡീപ്പ് ഡൈവിന് വേണ്ടിയിട്ടാണ് നിലവിലിപ്പോൾ അവർ കാത്തു നിൽക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല. ഇന്ദ്രബാലൻ സർ അല്പസമയത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ഫൈനൽ അപ്ഡേറ്റുകൾ നമുക്ക് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായി മാറുന്നത് ഷിരൂരിലെ കാലാവസ്ഥ കൊണ്ടുകൂടിയാണ്. ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. പക്ഷേ രാവിലെ ഒരു 11 മണി മുതൽ ഏതാണ്ട് ഈ സമയം വരെ മഴ പെയ്തിട്ടില്ല. പക്ഷേ വൈകുന്നേരത്തോട് അടുക്കുമ്പോഴും ആശങ്ക വരികയാണ്. ഇരുട്ടാകുന്നതിനപ്പുറത്തേക്ക് മഴ വരും. മാത്രവുമല്ല, ഈ നദിക്ക് മുകൾ ഭാഗത്ത് വനമേഖലകളിൽ മഴ പെയ്താൽ, ചെറിയ മഴയെങ്കിലും പെയ്താൽ വെള്ളം കലങ്ങി കുത്തിമറിഞ്ഞു വരുന്ന ഗംഗാവലി നദിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതടക്കം സ്ക്യൂബ ഡൈവിങ്ങിന്, ഡീപ്പ് ഡൈവിങ്ങിന് തടസ്സമാകും. അവരുടെ വിസിബിലിറ്റി അതും പ്രശ്നമാകും. അങ്ങനെയുള്ള തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും കർണാടക സർക്കാർ അവരുടെ ഈ രക്ഷാപ്രവർത്തനം, തിരച്ചിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധ്യമായ എല്ലാ രീതികളും ചെയ്യുകയാണ്.
കാർവാർ MLA ഇന്ന് 6 മണിക്കും റെസ്ക്യൂ ടീമും കാർവാർ MLAയും ഇന്ന് 6 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ചില നിർണായക വിവരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് 6 മണിയിലേക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. എക്സ്കവേറ്റർ പരിശോധന ഇല്ലെങ്കിൽ കൂടി ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതിന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൈപോഡ് സിഗ്നലുകൾ അത് റിസീവ് ചെയ്യാൻ, ഒരു ഹൈലി സിഗ്നലുകൾ ലഭിക്കാനുള്ള ഒരു ട്രാൻസ് റിസീവർ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ ഇമേജുകൾ പതിക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ ഇന്ദ്രബാലൻ സാറും അവരുടെ വിദഗ്ധ സംഘവും നടത്തുന്നത്. വേണു, ഷഫീദ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് കാര്യമായ തിരച്ചിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇതാദ്യമായി 6 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ ആലോചിക്കുന്നു ഈ ഡിസ്ട്രിക്ട് കമ്മീഷണർ ആയാലും ദൗത്യസംഘ നേതൃത്വമായാലും. അത് എന്തുകൊണ്ട്? 6 മണിക്കാണോ 5 മണിക്കാണോ? ആ ആശയക്കുഴപ്പമുണ്ട്. അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമതായി, ഈ നേവി ഇപ്പോൾ ഒരു ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഡൈവിംഗ് ഇന്ന് ഉണ്ടാകില്ല എന്ന് കേൾക്കുന്നു. അതിലും സ്ഥിരീകരണമുണ്ടോ? നമുക്ക് ഔദ്യോഗികമായ അക്കാര്യത്തിൽ ചില സ്ഥിരീകരണങ്ങൾ കുറച്ചുകൂടി കഴിയേണ്ടി വരും. പക്ഷേ ഡൈവിങ്ങിന് ഇന്ന് പറ്റുന്ന സാഹചര്യം ഇവിടെ ഇല്ല. വേണു, കാരണം നമ്മൾ ആദ്യം തൊട്ട് തന്നെ കാര്യത്തിൽ പറയുന്നുണ്ട്. അതായത് ഒരു ഉച്ചവരെ എന്തെങ്കിലും ഒരു നീക്കം നടന്നായിരുന്നെങ്കിൽ നമുക്കൊരു റിസൾട്ട് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല, കാലാവസ്ഥ മോശമാകുന്നു. അതിനുമപ്പുറത്തേക്ക് അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് നിലയുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയം മുൻപ് നമ്മൾ ഡിഫൻസിലെ ചില ഉദ്യോഗസ്ഥരോട്, നേവിയിലെ ചില ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യം, സാധാരണഗതിയിൽ നമ്മൾ ഡൈവ് നടത്താൻ പോകുമ്പോൾ എടുക്കുന്ന ഒരു മുൻകരുതൽ, അത് ഇവരുടെ ഈ ബോട്ടിൽ പോകുന്നു, ഡിങ്കി ബോട്ടുകളിൽ പോകുന്നു, എവിടെയാണോ ഡൈവ് ചെയ്യേണ്ടതിന് കുറച്ച് മീറ്ററുകൾക്ക് ഇപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു. ശേഷം ഓക്സിജൻ മാസ്ക് ഒക്കെ ധരിച്ച ആ ബോട്ടിൽ നിന്നും ഡൈവിംഗ് ചെയ്യുന്ന അംഗങ്ങൾ അവർ ചരിയുന്നു. മുകളിലിരുന്നു കൊണ്ട് കൃത്യമായി ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു തലവനുണ്ടാകും. അതേസമയം ആ ബോട്ട് എഞ്ചിനൊക്കെ ഓഫ് ചെയ്ത് ആ രീതിയിലേക്ക് അവിടെ നിലയുറപ്പിക്കുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ ഗംഗാവാലി നദിയിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാത്ത കാര്യമാണ്. കാരണം മുകളിലും താഴെയും കാര്യമായിട്ടുള്ള ഒഴുക്കുണ്ട്. അതിനുമപ്പുറത്തേക്ക് ജലനിരപ്പ് കൂടിയിട്ടുണ്ട്. വലിയ ജലനിരപ്പാണ്. ഏത് സമയത്തും മഴ പെയ്യാം. അപ്പോൾ അതൊക്കെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച വലിയ തരത്തിലുള്ള തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡൈവിങ്ങിന്, ഡീപ്പ് ഡൈവിംഗ് ആവശ്യമായി വരും. 20 മീറ്റർ താഴെ എന്നുള്ളത് ചില കണ്ടെത്തലുകളായിട്ടൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡീപ്പ് ഡൈവിങ്ങിന് സാധ്യത അല്ലെങ്കിൽ ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് എലമെന്റുകളുടെ പുറത്ത് എങ്ങനെ അത് ചെയ്യും? അതൊരു പക്ഷേ അവരുടെ ലൈഫ് തന്നെ റിസ്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി പോകും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, നമുക്കറിയാം വേണു, അതിൻ്റെ ഒരു ജോഗ്രഫി പരിശോധിക്കുമ്പോൾ മണ്ണിടിഞ്ഞ് താഴേക്ക് റോഡും കവിഞ്ഞ് ഇങ്ങനെ വന്ന ഈ ലോറി കിടക്കുന്ന സ്ഥലം അത് മണ്ണ് മൂടിയ അവസ്ഥയിലാണ്, ചെളി മൂടിയ അവസ്ഥയിലാണ് എന്നുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ അവിടേക്കെത്തി ഇത് പരിശോധന നടത്തുക എന്നുള്ളത് സ്ക്യൂബ സംഘത്തെ സംബന്ധിച്ച ഒരു റിസ്കി ജോബാണ്. ആ റിസ്കി ജോബ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉറപ്പിച്ച ശേഷം മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് നേവിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്റ്റിങ്കിങ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ, അതായത് നമുക്ക് ഈ ബോട്ടിങ്ങിനെ സാധാരണഗതിയിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് നിൽക്കുമ്പോൾ ഒഴുക്കുണ്ടെങ്കിൽ അധിക വെയിറ്റ് ഇട്ട് അതിനെ നിലയുറപ്പിക്കുന്ന സംവിധാനമാണ്. പക്ഷേ അതുപോലും അവിടെ നടക്കില്ല. അങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ പോലും അത് നടക്കില്ല എന്നുള്ള കാര്യം നേവി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡൈവിങ്ങിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ ഈ നദിയിലെ ഒഴുക്ക് കുറയുകയാണെങ്കിൽ പറയാൻ കഴിയില്ല. ഒരു വല്ലാത്ത ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങുകയാണെങ്കിൽ അത് നടക്കാം. പക്ഷേ സാധ്യത വളരെ കുറവാണ്. മാത്രവുമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്കിവിടെ നിന്ന് കാലാവസ്ഥ മോശമായി വരുന്നു. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഓൾറെഡി മഴ അലേർട്ട് ഉണ്ട്, റെയിൻ അലേർട്ട് ഉണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ നേവി ഇതിനെ അവരെങ്ങനെ ഇതിനെ സ്വീകരിക്കുമെന്നും അവരെന്ത് രീതിയിലേക്കുള്ള നടപടി എടുക്കുമെന്നുള്ളതും നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും എന്തൊക്കെയോ ചില നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുന്നു. നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർവാർ MLA ആയിട്ടുള്ള MLAയും അതേപോലെ തന്നെ റെസ്ക്യൂ സംഘവും ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നത്. വേണു, ശരി. എസ് വിജയകുമാറും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിജയകുമാർ, ഈ ഐബോർഡ് പരിശോധന അത് കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നു എന്ന് വിലയിരുത്താമോ? ഉച്ചതിരിഞ്ഞ് ഏതാണ്ട് 10 തവണ ഈ ഡ്രോൺ പരിശോധന ഉണ്ടായി എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ 3 ലോഹ ഭാഗങ്ങളുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? വേണു, ഇന്നലെ നാവികസേന ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ്, ഒരു അരമണിക്കൂർ മുമ്പാണ് നാവികസേന വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. നാവികസേനയ്ക്ക് അവരുടെ സോണാർ പരിശോധനയിൽ ലഭ്യമായ ഇമേജുകൾ ഔദ്യോഗികമായി നാവികസേന പുറത്തുവിട്ടിരുന്നു. ആ ഇമേജുകൾ വന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിലും 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് വളരെ നല്ല ബലമുള്ള സിഗ്നലുകൾ ഈ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചത്. അത് ഈ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഒരു സംശയമുള്ളത്, അതിലൊരു വ്യക്തത വരാതിരിക്കുന്നത്, ഈ ലോറിയുടെ 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ അപകടത്തിൽ 3 ഭാഗമായി മാറിയതാണോ അതോ മറ്റെന്തെങ്കിലും ഒക്കെയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഈ ലോറി ഒരു ഭാഗത്ത് വേറെ ഏതെങ്കിലും ലോഹവസ്തുക്കൾ മറ്റു 2 സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ടെന്നാണോ? എന്തായാലും അതിലൊരു വ്യക്തത വരണമെങ്കിൽ അത്
ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ദ്രപാലൻ അടക്കം റിട്ടയർഡ് മേജർ ജനറൽ അദ്ദേഹം അടക്കമുള്ളവരുടെ ഒരു അനാലിസിസ് എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ന് 5 മണിക്കോ 6 മണിക്കോ ആണ് ഈ മാധ്യമങ്ങളെ കാണുന്നത് ദൗത്യ സംഘം എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് അതിലൊരു വ്യക്തത വരുത്താൻ കഴിയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ല, ഇത് 3 ഭാഗമാണ്, ഈ ലോറി 3 ഭാഗമായി ആ ചെളിയിൽ കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്യാബിൻ എവിടെ എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ക്യാബിൻ ഏത് ഭാഗത്ത് എന്നതിൽ ഒരു കൃത്യമായ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെയും ഇപ്പോഴുമൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ നാവികസേനാ സംഘം ഒരു പ്രത്യേക മേഖലയിൽ അവർ വന്ന് അവിടുത്തെ സാധ്യതകൾ പരിശോധിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഈ ലോറി ഉണ്ട് എന്ന് ഈ ദൗത്യ സംഘത്തിന് ഈ പരിശോധനയിൽ വിവരങ്ങൾ കൊടുത്ത സംഘം അവിടെ വന്ന് ആ ഭാഗത്ത് നടത്തുന്ന സർവേ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതിനപ്പുറത്തേക്ക് അവർക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് സാധ്യമായ ഒരു സാഹചര്യവും പുഴയിലില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിൽ ഇന്ന് പുഴയിൽ ഇറങ്ങി പരിശോധനയ്ക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ടായേക്കില്ല. നീരൊഴുക്ക്, അടിയൊഴുക്ക് ശക്തമാണ് എന്ന് നാവികസേന തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉപരിതലത്തിൽ, ജലോപരിതലത്തിൽ നടത്തുന്ന ഇത്തരം സർവേകൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുമോ എന്നറിയില്ല. ഇന്നിപ്പോൾ സമയം ഇത്രയും ആകുന്നു, ഇനിയിപ്പോൾ കാഴ്ച പരിധിയൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സർവേ, ഇന്ന് വെള്ളത്തിന് അടിയിലേക്ക് ഇറങ്ങിയുള്ള തെരച്ചിൽ അസാധ്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായിരിക്കും അടുത്ത നീക്കങ്ങൾ എന്നതാണ് ഇനി അറിയേണ്ടത്. നാളേക്ക് കാത്തിരിക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ അവിടേക്ക് എത്തിക്കുകയാണോ എന്നറിയില്ല. അവിടെ ഡ്രഡ്ജിങ്ങിന് വേണ്ടി എന്തൊക്കെയോ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രഡ്ജറുകളും മറ്റും അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് അവിടേക്ക് എത്തുകയാണ്. ഇന്നോ നാളെയോ അത്തരം ജോലികളും തുടരുമെന്ന് പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഡ്രോൺ സർവേ നടക്കുന്നുണ്ട്. അവർക്ക് ചില വിവരങ്ങളിൽ കൂടി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ കുറേ കൂടി ക്ലാരിറ്റി വരുത്താൻ സർവേ നടക്കുന്നുണ്ട് എന്നറിയുന്നു. അപ്പോൾ ഈ സർവേ നടക്കുന്നുണ്ട്, ആ സർവേക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ആ സർവേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തുടർ നീക്കം നടത്താൻ നാവികസേനയ്ക്ക് കഴിയാതെ പോകുന്നത് ആ നദിയിലെ അതിശക്തമായ കുത്തൊഴുക്കാണ്. അത് നമ്മളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള സംഗതികളായതുകൊണ്ട് അവിടെ വേറൊന്നും ചെയ്യാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നതാണ് വസ്തുത. സാങ്കേതികമായി ഇത്രയും സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ പരമാവധി പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണോ അതനുസരിച്ചുള്ള റിസൾട്ടും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയാതെ വരുന്നത് നമ്മളുടെ നിയന്ത്രണത്തിന് പുറത്താണ് ആ പുഴയിലെ ഭൗതിക സാഹചര്യം എന്നതാണ്. ഇന്നിപ്പോൾ 11 മണിക്ക് ശേഷം കാര്യമായ മഴ ഷിരൂരിൽ പെയ്തില്ല. പക്ഷേ അപ്പോഴും നദിയിലെ നീരൊഴുക്കിന് അടിയൊഴുക്കിന് ഒരു കുറവുമില്ല എന്നതാണ് വസ്തുത. ഏതാണ്ട് 20 അടി മാറി തീരത്ത് നിന്ന് 15 അടി താഴ്ചയിൽ, എന്ന് വെച്ചാൽ പുഴയുടെ 15 അടി താഴ്ചയിലാണ് ഈ ലോഹവസ്തുവിൻ്റെ സാന്നിധ്യം എന്നുകൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യമായ തോതിൽ മണ്ണടിഞ്ഞിട്ടുണ്ട് അവിടെ. അത്രയും താഴ്ചയിലേക്കാണ് ഈ ലോറി പതിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിലെ തടികൾ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തടിയൊക്കെ ഒഴുകിപ്പോയെങ്കിൽ ഈ പറയുന്ന പോലെ 3 ഭാഗങ്ങളായി അത് വിട്ടുപോയിട്ടുണ്ടോ എന്നതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. ആ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതല്ല, ഈ മൂന്ന് സിഗ്നലുകൾ എന്ന് പറഞ്ഞത് ഈ ലോറി കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കളും അവിടെ കിടക്കുന്നുണ്ടാകാം. അതൊക്കെ ആവാം. എന്തായാലും അതിലൊരു വ്യക്തത വരുത്തേണ്ടത് ഈ ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ തന്നെയാണ്. അവരുടെ വിശദീകരണം വൈകിട്ടുണ്ടാകും എന്ന് നമുക്ക് കരുതാം. അതിനപ്പുറത്തേക്ക് ഇനി എന്ത് എന്നതാണ് വലിയ ചോദ്യം നമുക്ക് മുന്നിൽ ഇന്ന് അതിലൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ. ഇന്നത്തോടുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ക്ലിയർ ആകും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് രാവിലെയും പറഞ്ഞത്, എല്ലാവരും വിശ്വസിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നും അതിൽ ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുമായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. നമ്മുടെ രക്ഷാകരം നീട്ടാൻ കഴിയുന്നുമില്ല അവിടേക്ക്. ശരി, എസ് വിജയകുമാറിന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഹാഷ്മി, ഈ വൈകിട്ട് മാധ്യമങ്ങളെ കാണാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 10 ദിവസമായി ഇല്ലാത്തൊരു പതിവാണിത് എന്ന് മാത്രമല്ല, ഇന്നലെ ഏറ്റവും നിർണായകമായ വിവരം റവന്യൂ മന്ത്രി നൽകിയതുപോലും മാധ്യമങ്ങൾക്ക് നേരിട്ടല്ല, അദ്ദേഹം അത് ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ തീരുമാനിക്കുന്നു?
ഇത് ഏറ്റവും പ്രധാനം ഇപ്പോൾ അടിയന്തരമായി DC ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. എന്തിനാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ വിവരം പറയുന്നത്. ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ കിട്ടുമെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്നു ഈ സിഗ്നൽ സംബന്ധിച്ച്. ഈ ട്രക്ക് 3 സ്പോട്ട് എന്ന് പറഞ്ഞാൽ 3 പീസാണോ എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നു. മാത്രമല്ല നേവിയുടെ ഈ ഓപ്പറേഷൻ ഏത് അവസ്ഥയിലാണ്, ഈ അടിയൊഴുക്ക് ഇത്രമാത്രം കൂടുകയാണെങ്കിൽ എന്താണ് ചെയ്യാനൊക്കെ തുടങ്ങി ഒരുപാട് കൺഫ്യൂഷൻ നിൽക്കുന്നു വേണു. അപ്പോൾ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് കാണുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. SP കൂടെ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇന്നലെ വൈകുന്നേരമായപ്പോഴാണ് കാർവാർ AK ബഷീർ MLA അടക്കമുള്ളവർ കളക്ടറും SP-യും കൂടെ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദമായി പറഞ്ഞത്. ഇന്നിപ്പോൾ അസാധാരണമായ രീതിയിലാണ് ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നറിയിച്ചിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് അറിയില്ല. ഈ സമയത്ത് ഉരുണ്ടുകൂടുന്ന ചില കൺഫ്യൂഷനുകളുണ്ട്, അനിശ്ചിതത്വങ്ങളുണ്ട്. അത് ഈ നേവിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നേവിയുടെ ഈ ഗംഗാവാലിപ്പുഴ അടിത്തട്ടിലുള്ള അതിശക്തമായ നീരൊഴുക്ക് വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ആ അവസ്ഥയിൽ ഈ മിഷൻ തന്നെ ഇന്നിപ്പോൾ അനിശ്ചിതത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യം ഇന്നലെ ഇന്ദ്രബാലൻ പറഞ്ഞിരുന്നത്, ഹാഷ്മി കേൾക്കാമല്ലോ, ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്നലെ പറഞ്ഞിരുന്നത് ഈ ഡ്രോൺ പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ നിർണായകമായ വിവരം കിട്ടും. അത് നിങ്ങളോട് പറയാനുള്ളതല്ല, ദൗത്യ സംഘത്തിന് കൈമാറാനുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ നേവിയുടെ സംഘത്തിനാണ് അത് കൈമാറേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഒരു പുരോഗതി അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കാണാനുമില്ല. അപ്പോൾ ഈ നിർണായകമായ 2 മണിക്കൂറിൽ ഈ പറയുന്ന ഐബോർഡ് പരിശോധനയുടെ പുരോഗതി എന്താണെന്നാണ് അറിയാൻ കഴിയുന്ന സൂചനകൾ? ഉറപ്പായും വേണു, അതെല്ലാം ഈ കളക്ടറുടെ വാർത്താ സമ്മേളനത്തിൽ അതിൽ മറുപടിയാകുമെന്നാണ് കരുതുന്നത്. സാധാരണ കളക്ടർ അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുക പതിവില്ല. ഇപ്പോൾ കളക്ടർ അറിയിച്ചത് പ്രകാരം ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞത് പ്രകാരമുള്ള ഒരു വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന കാര്യങ്ങളടക്കം ഒരു വ്യക്തതയിലേക്ക് വരുമെന്നാണ് വേണു മനസ്സിലാക്കേണ്ടത്. ഐബോർഡ് പരിശോധന അടക്കം നടക്കുന്നുണ്ട്. വിവരങ്ങൾ കിട്ടിയില്ല, നല്ല വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ആ വിവരങ്ങൾ ഇത്തരത്തിൽ നേവിക്ക് അവിടെ ഒരു ഡൈവ് ചെയ്യാൻ പരുവത്തിന് ഉള്ള വിവരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ 3 സിഗ്നലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോറി തന്നെ 3 പീസായോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല എന്ന് ചില സോഴ്സുകൾ നമ്മളോട് പറയുന്നുണ്ട്. 3 സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ 3 അയൺ ഒബ്ജക്ട്സ് എന്നാണ് അർത്ഥം. അതിലൊന്ന് ലോറിയാണ്, ഒന്നൊരു ടവറാണ്, 3 അതുപോലെ സമാനമായ ഒരു ലോഹഭാഗമാണ്. അതിനോടാണ് ഇവിടെ ചില പ്രാദേശിക മാധ്യമപ്രവർത്തകർ പറയുന്നത് വേണു. ഞാൻ വരാം ഹാഷ്മി.